ലബനൻ അതിർത്തിയിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് ഇസ്രയേൽ സൈനികർക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച അതിരാവിലെ നടന്ന ഈ നീക്കം മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധതന്ത്രങ്ങളുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം സൈനിക നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഹിസ്ബുള്ള ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം തെക്കൻ ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള ഇസ്രായേലിന്റെ പുതിയ സൈനിക പോസ്റ്റായ നിംർ അൽ ജമാൽ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. രാത്രിയുടെ മറവിൽ ഒന്നിലധികം അറ്റാക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള പോരാളികൾ ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. ഇസ്രായേൽ സൈനികർ കൂട്ടമായി തമ്പടിച്ചിരുന്ന ഈ കേന്ദ്രത്തിലേക്ക് ഡ്രോണുകൾ കൃത്യമായി പതിച്ചതായും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇസ്രായേൽ പ്രതിരോധ സേന ലബനന്റെ ഉൾപ്രദേശങ്ങളിൽ നടത്തിയ നീക്കങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ ഡ്രോൺ വർഷത്തെ കാണുന്നത്. ഖാന്താര മേഖലയ്ക്ക് സമീപം ഹിസ്ബുള്ള നിർമ്മിച്ചതെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ട് പ്രധാന ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. വർഷങ്ങളോളം എടുത്തു നിർമ്മിച്ച ഈ തന്ത്രപ്രധാന തുരങ്കങ്ങൾ തകർത്തത് ഹിസ്ബുള്ളയുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന് കരുതിയിടത്തു നിന്നാണ് ഡ്രോൺ ആക്രമണത്തിലൂടെയുള്ള ഈ തിരിച്ചടി. തുരങ്കങ്ങൾ തകർക്കപ്പെട്ടതിലൂടെ ഉണ്ടായ തന്ത്രപരമായ നഷ്ടം മറികടക്കാൻ ആകാശമാർഗമുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള തിരഞ്ഞെടുത്തത്. ഇസ്രായേലിന്റെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളെയും മിസൈൽ പ്രതിരോധ കവചങ്ങളെയും കബളിപ്പിക്കാൻ ചെറിയ ഡ്രോണുകൾക്ക് സാധിക്കുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന ഇത്തരം ഡ്രോണുകളെ കണ്ടെത്തുക എന്നത് പലപ്പോഴും ദുഷ്കരമായി മാറുന്നു. നിംർ അൽ ജമാൽ എന്ന സൈനിക താവളം അടുത്തിടെയാണ് ഇസ്രായേൽ അവിടെ സ്ഥാപിച്ചത്. അതിർത്തിയിലെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാനുമായി സജ്ജമാക്കിയ ഈ കേന്ദ്രം തന്നെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമാണ്. കൺഫേംഡ് ഹിറ്റ് അഥവാ ലക്ഷ്യം കണ്ടു എന്ന് ഹിസ്ബുള്ള ആവർത്തിക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ സുരക്ഷാ മുൻകരുതലുകളിലെ വിള്ളലുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡ്രോൺ ആക്രമണം കേവലം ഒരു പ്രതികാര നടപടിയല്ല, മറിച്ച് യുദ്ധകളത്തിലെ പുതിയ രീതികളുടെ പരീക്ഷണശാല കൂടിയാണ്. ടാങ്കുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പരമ്പരാഗത യുദ്ധരീതിയിൽ നിന്ന് മാറി ചിലവ് കുറഞ്ഞതും എന്നാൽ മാരകവുമായ ഡ്രോണുകൾ ഉപയോഗിച്ച് ആധിപത്യം ഉറപ്പിക്കാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നത്. ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ സാധാരണ നീക്കങ്ങളെ പോലും ബാധിച്ചിട്ടുണ്ട്. തെക്കൻ ലബനിലെ ഖാന്താരയിൽ കണ്ടെത്തിയ തുരങ്കങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. സായുധ പോരാളികളെയും ആയുധങ്ങളെയും അതിർത്തി കടത്താൻ സഹായിക്കുന്ന ഇത്തരം തുരങ്കങ്ങൾ തകർക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാന സുരക്ഷാ ലക്ഷ്യമാണ്. എന്നാൽ ഇത്തരം ഭൂഗർഭ സംവിധാനങ്ങൾ ഇല്ലാതാക്കുമ്പോഴും ആകാശത്തിലൂടെ ആക്രമണം നടത്താനുള്ള ഹിസ്ബുള്ളയുടെ ശേഷി വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഓരോ തവണയും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ തകർക്കുമ്പോൾ അതിലും വലിയ ആഘാതം സൃഷ്ടിക്കുന്ന പ്രത്യാക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനമില്ലാത്തൊരു ചക്രമായി മാറുന്നതിന്റെ സൂചനയാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഹിസ്ബുള്ള കൈവരിച്ച പുരോഗതി ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമാക്കും. കഴിഞ്ഞ രാത്രി നടന്ന ആക്രമണത്തിൽ എത്ര സൈനികർക്ക് പരിക്കേറ്റുവെന്നോ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയോ ഇസ്രായേൽ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഈ ഡ്രോൺ ഭീഷണി വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. സൈനിക താവളങ്ങൾക്ക് നേരെ പെയ്യുന്ന ഈ തീമഴ ജനവാസ മേഖലകളിലേക്കും വ്യാപിക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നു. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിൽ ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിരീക്ഷണത്തിന് മാത്രമുള്ളവയും സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ആത്മഹത്യാ ഡ്രോണുകളും ഉൾപ്പെടുന്നു. നിംർ അൽ ജമാലിൽ ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ആത്മഹത്യാ ഡ്രോണുകളാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ മാരകമായ സ്ഫോടനമാണ് ഉണ്ടാകുന്നത്. ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം തുരങ്കങ്ങൾ തകർത്തത് ഒരു വലിയ നേട്ടമാണെങ്കിലും ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത് ഒരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഘർഷം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ലബനനും ഇസ്രായേലും തമ്മിലുള്ള ഈ പോരാട്ടം മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി പടരുമോ എന്നതാണ് പ്രധാന പേടി.
പ്രത്യേകിച്ച് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ഇറാൻ ഇസ്രയേൽ നേരിട്ടുള്ള യുദ്ധത്തിന് വഴിവെക്കുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. അതിർത്തിയിലെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കാൻ ഡ്രോണുകൾ ഹിസ്ബുള്ളയെ സഹായിക്കുന്നുണ്ട്. ഇസ്രയേൽ സൈനികരുടെ നീക്കങ്ങൾ തത്സമയം മനസ്സിലാക്കി കൃത്യമായ സമയത്ത് ആക്രമണം നടത്താൻ അവർക്ക് കഴിയുന്നു. ഇത് സൈനികമായ ഒരു മേധാവിത്വം അവർക്ക് നൽകുന്നുണ്ട്. നിംർ അൽ ജമാലിലെ സൈനിക കൂട്ടം ലക്ഷ്യമിട്ടത് ഇതിന് ഉദാഹരണമാണ്. ലെബനൻ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധം ഇസ്രയേലിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടക്കാൻ ഹിസ്ബുള്ളയ്ക്ക് പ്രാദേശികമായ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഇതിനിടയിലാണ് തുരങ്കങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇസ്രയേലിന്റെ പ്രത്യാക്രമണം ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ആധുനിക സൈനിക സിദ്ധാന്തങ്ങളെ പോലും വെല്ലുവിളിക്കുന്നതാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള വിമാനങ്ങൾക്കോ മിസൈലുകൾക്കോ ചെയ്യാൻ കഴിയാത്തത് ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ഡ്രോണുകൾ വഴി അവർ സാധിച്ചെടുക്കുന്നു. ഇത് സൈനിക ചിലവിനും പ്രഹരശേഷിയിലും വലിയ അന്തരമുണ്ടാക്കുന്നു. വരും വാരങ്ങളിൽ അതിർത്തിയിൽ കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇസ്രയേൽ തങ്ങളുടെ വായുസേനയെ ഉപയോഗിച്ച് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടേക്കാം. എന്നാൽ ഹിസ്ബുള്ളയുടെ ഒളിപ്പോരു രീതികളും ഭൂഗർഭ താവളങ്ങളും ഇസ്രയേലിന് വലിയ വെല്ലുവിളിയായി തുടരും. തുരങ്കങ്ങൾ തകർക്കപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ഗറില്ല യുദ്ധതന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഡ്രോണുകളിലൂടെ അവർ ആ വിടവ് നികത്താൻ ശ്രമിക്കുന്നു. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, തന്ത്രപ്രധാനമായ പാലങ്ങളും റോഡുകളും ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും പോലും ഇനി ഹിസ്ബുള്ളയുടെ ഡ്രോൺ പരിധിയിലായേക്കാം. ഈ യുദ്ധഭൂമിയിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് പറയുക പ്രയാസമാണ്. ഇസ്രയേലിന്റെ സൈനിക കരുത്തും ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ പുതിയ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമാകും. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഓരോ ആക്രമണത്തിലൂടെയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിംർ അൽ ജമാലിൽ ഹിസ്ബുള്ള നടത്തിയ ഈ നീക്കം ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കം മാത്രമായിരിക്കാം. ഡ്രോണുകൾ ആകാശത്ത് വട്ടമിടുമ്പോൾ അത് മേഖലയിലെ ശാന്തിയെയും സമാധാനത്തെയുമാണ് തകർക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയ ഈ കറുത്ത രാത്രി സൈനിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായമായി രേഖപ്പെടുത്തപ്പെടും. ലോകം ഉറ്റുനോക്കുന്ന ഈ പോരാട്ടം എവിടെ അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഓരോ പുതിയ സാങ്കേതിക വിദ്യയും യുദ്ധത്തെ കൂടുതൽ ഭീകരമാക്കുന്നു എന്ന യാഥാർത്ഥ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ലെബനൻ മലനിരകളിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഓരോ ഡ്രോണും പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.